ഒരു 50 ചാടിയപ്പോതാ ആ പോണ മൂപ്പര് ആ GMC. ഇന്ന വണ്ടി ഇതൊന്നും ഇല്ല കേട്ടോ. ഏത് വണ്ടി നല്ല കോടമഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കോടമഞ്ഞ് രാവിലെ തന്നെ ഇതില്ലാതെ പുറത്തിറങ്ങിയ പണി കിട്ടും. ഇതുമില്ല, സോക്സും ഇല്ലാതെ പുറത്തിറങ്ങിയ പണിയെടുക്കാം. ഇന്നിപ്പോൾ രാവിലെ ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. മദർസ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താണ് നമുക്ക് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം പുറത്തെന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, സോക്സ് ഇടണം. തണുപ്പ് അത്യാവശ്യത്തിനുണ്ട് തണുപ്പ്. കാണിച്ചു തരാം പുറത്ത്. നേരം മുളിക്കണുള്ളൂ. അതിൽ തുറക്കണം. ഉണ്ടില്ലേ, നല്ല മഴ. നല്ല മഴ ഉണ്ട്. അത് വിചാരിച്ചിട്ട് നമുക്ക് പണിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മളെ പണിക്ക് പോകണ്ട. തണുത്തിട്ട് വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇതാ നമ്മളെ വണ്ടി. ആൾക്കാരൊക്കെ പണിക്ക് പോകുന്നുണ്ട്. നമ്മളെന്നെ വൃത്തിയാക്കേണ്ടതുകൊണ്ട് അതൊക്കെ തട്ടിയിട്ടേ കയറുന്നുള്ളൂ. രാവിലെ സമയം അധികമൊന്നും ആയിട്ടില്ല. സമയം 6:30 ആവുന്നേ ഉള്ളൂ. 6:20, 25 ആയിട്ടുള്ളൂ സമയം. അതാ 6:25 കാണുന്നുണ്ടാ. നല്ല മഴയുണ്ട്. മഴ നല്ലതെന്ന് പറയാനൊന്നുമില്ല, അത്യാവശ്യം മഴയും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. തൊപ്പിയിടേണ്ട സമയമായി. നമ്മൾ വണ്ടി നേരം വൈകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ, തണുപ്പല്ല, കോഫിക്ക് ഒരു മൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോഫി കുടിക്കുക. എന്താ ഇതിൽ നിന്നാണ്. ഇതാ നമ്മളെ അടുത്തുള്ളൊരു ബക്കാല. ഇതാണ്, കണ്ടില്ല? നമുക്കൊരു കാര്യം ചെയ്യാം. പൈസ ഉണ്ടോ നോക്കാം. പൈസ ചില്ലറ പൈസ 100 ഫിൽസാണ് മറ്റേ നമ്മളെ കോഫിക്ക്. ഇതുണ്ടായിട്ട് കാര്യമില്ല. കാര്യമില്ല മീൻസ് പഠിച്ചോണേ. എന്തായാലും രാവിലെ തന്നെ شاي؟ ايه ايه اوكي اكيد ايه والله واحد ഒറ്റൊന്നും ഇട്ടാ പോരാ. മനസ്സിലായേ? 100ൻ്റെത് ആവശ്യമില്ലെന്നാ പറഞ്ഞ. ആ സംഭവം ശരിയാണല്ലോ. കോഫി വരുന്നുണ്ട്. ഇവലൊക്കെ നല്ല തണുത്തിട്ട്. നമുക്കങ്ങനെ വണ്ടിയിൽ കയറാം. അയ്യോ, നല്ല തണുപ്പുണ്ട്. നല്ല മഴ. അപ്പം മഴ
വണ്ടി ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ജഹ്റ ഭാഗത്ത് ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഹ്റ അല്ല എവിടെ ആയിക്കോട്ടെ, ഗൾഫ് നാട്ടിൽ എവിടെ ആയിക്കോട്ടെ, ഈ മഴ ആയി കഴിഞ്ഞാൽ ബൽക്കൊരു സ്വഭാവമുണ്ട്. ലാൻഡ് ക്രൂസറല്ല ഇവിടെ എല്ലാ വണ്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ബോട്ടിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്യണ ഒരു സ്വഭാവമുണ്ട്. വണ്ടി ഈ റൗണ്ട് ബോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൗണ്ട് ബോട്ടിൽ നിന്ന് നന്നായിട്ടൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യും. ആ ഒരു സ്വഭാവമുണ്ട് ബൽക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും പോയി നിൽക്കാതിരിക്കുക. അങ്ങനെ ഒരു ചെറിയ സ്വഭാവമൊക്കെ ഉള്ളവരാണ് ബല്. മറ്റേ എന്താ പറയുക, ഡ്രിഫ്റ്റിങ്ങിൻ്റെയും ഇതിൻ്റെ ഒക്കെ. ഈ മഴ ആയി കഴിഞ്ഞാൽ സ്ലിപ്പാവുമല്ലോ. അപ്പോൾ ബലൂൺ ടയറൊക്കെ അതാ പറഞ്ഞ് നാക്കെടുത്തില്ലേ. ഈ ഒരു 50 ചാടിയപ്പോൾ ആ പോണ മൂപ്പര് ആ GMC. ഇന്ന വണ്ടി ഇതൊന്നും ഇല്ല കേട്ടോ, ഏത് വണ്ടിയും നല്ല സൗണ്ട് കേൾക്കാം. ആ ഒരു എൻജോയ്മെന്റ് ചെയ്യുന്ന സംഭവമാണത്. ഞാനൊന്ന് നോക്കട്ടെ മൂപ്പര് ആ 50 ചാടി കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ആ GMC കണ്ടോ? അപ്പോൾ ഇതാണ് സംഭവം ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വണ്ടി ഓടിക്കുന്ന പറയും. അവർക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഡ്രൈവർമാർ ശ്രദ്ധിക്കുക. തണുത്തിട്ട് അങ്ങോട്ട് നോക്കി ബൈക്കിൽ 2 പേര് പോണേ. നല്ല കോടമഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കോടമഞ്ഞോ എന്താ പറയുക, നല്ല കോട കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്കി പുറം കാണാണ്ടോ? അതാ ഇത് നമ്മളെ ഏരിയ. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ പൽച്ചാമ്പാരും നീച്ചിട്ടൊന്നും ഉണ്ടാവില്ല. രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിലേ ഇവിടെ ആ സംഭവമൊക്കെ ഉണ്ടാവും, ഡ്രിഫ്റ്റ് ചെയ്യണത്. പിന്നെ ഇവിടെ അധികം പോലീസൊന്നും ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് ഫുൾ ടൈം മഴ ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി. റോഡൊന്ന് നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യം. റോഡൊന്ന് നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കിടക്കും കറക്കൽ. മറ്റേ റൗണ്ട് ബോട്ടായിക്കോട്ടെ റോഡായിക്കോട്ടെ ഫുള്ള് കറക്കലായിരിക്കാം. അത് ഇങ്ങനെ കാണാൻ നല്ല രസമാണ്, പക്ഷെ അതിൻ്റെ ഇടയിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്തായാലും പുറത്തെ വ്യൂ ഇതൊരു കടലിൻ്റെ ഏരിയയാണ്. കുറച്ച് അപ്പുറത്തേക്ക് കടലാണ്, കടലിൻ്റെ അവസാനം. ഇൻഷാ അല്ലാ അത് വേറൊരു സമയത്ത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതാ നല്ല കോട കണ്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ അവിടെ പോയിട്ട് ഇനിയിപ്പോൾ ബലി എണീറ്റിട്ടൊന്നും ഉണ്ടാവില്ല. 6:45 ഉള്ളൂ. ബലി എണീറ്റിട്ടൊന്നുമില്ല. ഒരു 10 മിനിറ്റ് നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിട്ട് വെയിറ്റ് ആക്കിയിട്ട് ഇരിക്കണം. അപ്പത്തിനും തള്ളൊക്കെ ഇറങ്ങി വരും. അതിനെ മദർസയിൽ കൊണ്ടുപോയി വെക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ ശുഭം. ഓക്കെ.